ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നളഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ അറിയാതെ വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്തവൻ ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് അതിലൊന്നും ഒരു വിഷമവുമില്ല. ആഡംബര ജീവിതം നയിക്കണം. ഉണ്ടാക്കി മുതലുകളെല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വരികയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ഒരു 5 പൈസയുടെ മുതൽ അവർക്കില്ല. എൻ്റെ കയ്യിൽ കിടന്ന എൻ്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെക്കുകയും പണയം വെച്ചോ വിറ്റോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി മേടിക്കുകയും എവിടുന്നോ ജോലി ഒപ്പിച്ച് അതുപോലെ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എൻ്റെ ഭാര്യയ്ക്ക്. എന്നാൽ അവൾ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മദ്യപാനിയല്ല, പുകവലിയില്ല, ഇതൊരു കാര്യങ്ങളും ഇല്ല. എങ്കിലും നമ്മൾ വളരെയധികം അവരുടെ അമ്മയും അവളിപ്പോൾ ഒരു പാർട്ടിക്കകത്ത് പോയി കയറിയില്ല. പാർട്ടിയിൽ പോകുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ പോവുകയും പാർട്ടിയിലുള്ളവന്മാർ അതിന് പിന്തുണ നൽകുകയും എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയുകയും 2024 ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം 86,000 രൂപയ്ക്ക് പണയം വെക്കുകയും ആ പൈസ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ 20,000 രൂപയ്ക്ക് വീണ്ടും കൊണ്ട് പണയം വെക്കുകയും നമ്മൾ വിശ്വസ്തയോടുകൂടി നിർത്തി വിശ്വാസത്തോടു കൂടി നടത്തുമ്പോൾ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഗുരുമാരെ പോലുള്ള വ്യക്തികളെ ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്.